ഋഷിയും അപ്സരയുമായിരുന്നു അടുത്തതായി നോമിനേറ്റ് ചെയ്യാൻ വന്നവർ. ഇവർ തമ്മിൽ വമ്പൻ വഴക്കായിരുന്നു കൺഫ്യൂഷൻ റൂമിൽ വെച്ച് നടന്നത്. ബിഗ് ബോസ് കൊടുത്ത സമയം കഴിഞ്ഞിട്ടും ഇവർ വീണ്ടും പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീട് രണ്ടുപേരോടും പുറത്തു പോകാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ഋഷിയും അപ്സരയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെയാണ് സംസാരിച്ചത്. അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ അപ്സര ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെന്നും ഋഷി വാദിച്ചു. എന്നാൽ അത് ഋഷിയാണെന്ന രീതിയിൽ അപ്സരയും വാദിച്ചു. താൻ ഋഷിയെ നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്ന് അപ്സര പറഞ്ഞു. എന്നാൽ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് അപ്സര എന്നാണ് ഋഷി പറഞ്ഞത്. താൻ ഋഷിയുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാനാണ് ശ്രമിച്ചതെന്ന് അപ്സര പറഞ്ഞു. തെറ്റുകൾ തിരുത്തി കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ മാറ്റി നിർത്തി വിളിച്ച് സംസാരിക്കും, അല്ലാതെ പരസ്യമായി എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയല്ല സംസാരിക്കുകയെന്ന് ഋഷി പറഞ്ഞു. സെൽഫിഷായ ഗെയിമാണ് അപ്സര കളിക്കുന്നതെന്നും തന്റെ കാര്യം നേടാൻ വേണ്ടി മാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്സര എന്ന് ഋഷി വാദിച്ചു. ജാസ്മിൻ പറഞ്ഞ പോലെ 15 തോണിയിൽ കാലിട്ട് നടക്കുന്ന ആളാണെന്നും മുഖം മൂടി വെച്ച് നടക്കുന്ന ആളാണെന്നും പിന്നിൽ നിന്ന് കുത്താൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് അപ്സര എന്നും ഋഷി പറഞ്ഞു. എല്ലാവരെയും സോപ്പിട്ട് കാല് കഴുകി ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്സര എന്നാണ് ഋഷി പറഞ്ഞത്. എന്നാൽ ഋഷിയാണ് ഒരാളുടെ ഷാഡോ പോലെ നടക്കുന്നതെന്ന് അപ്സരയും വാദിച്ചു. താൻ അൻസിബയുടെ ഷാഡോയായി നടക്കുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും അൻസിബയാണ് തന്റെ കൂടെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ വന്നതെങ്കിൽ താൻ തീർച്ചയായും നോമിനേഷനിൽ പോകുമായിരുന്നു എന്നും ഋഷി പറഞ്ഞു. അൻസിബയെ പോലെ ഒരാൾ മതി തനിക്ക് കൂട്ടായിട്ട്, അല്ലാതെ നിന്നെ പോലെ 10-15 പേര് വേണ്ട എന്നും ഋഷി പറഞ്ഞു. അൻസിബയും താനും തമ്മിൽ വയസ്സിന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ പരസ്പരം വിശ്വാസവഞ്ചന കാണിക്കാറില്ല എന്നും ഋഷി പറഞ്ഞു. പുറത്തു പോയാൽ പോലും നിന്നെ പോലെ ഒരാളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഋഷി തുറന്നടിച്ചു പറഞ്ഞു. അവസാനം ബിഗ് ബോസ് രണ്ടുപേരോടും തീരുമാനം ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും സമ്മതമില്ല. മാത്രമല്ല ഇവർ നിർത്താതെ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരോടും പുറത്തു പോകാനാണ് പറഞ്ഞത്.